രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വിലക്കയറ്റത്തിലേക്കും പോകുന്നു. പെട്രോൾ ഡീസൽ വില വർധനവിന് പിന്നാലെ അവശ്യ വസ്തുക്കൾ ഉൾപ്പെടെ വിലക്കയറ്റം രൂക്ഷമാവുകയാണ്. പാചകവാതക വിലക്കയറ്റത്തിലും ക്ഷാമത്തിലും ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നു. വരും ദിവസങ്ങളിൽ ഇന്ധനവിലയിൽ വീണ്ടും വർധനവുണ്ടാകുമെന്ന മുന്നറിയിപ്പിന്റെ ആശങ്കയിലാണ് സാധാരണക്കാർ. അതേസമയം ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി ആഴ്ചയിൽ 2 ദിവസം വിർച്വൽ വാദമായിരിക്കും നടത്തുക. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിക്കാത്ത പശ്ചാത്തലത്തിൽ അതിരൂക്ഷ പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. ആവശ്യത്തിന് ഇന്ധന കരുതൽ ശേഖരം ഉണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നതെങ്കിലും നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കുകയാണ് സർക്കാർ. അതിനിടെ വിലക്കയറ്റവും അതിരൂക്ഷമാകുന്നത് സാധാരണക്കാർക്ക് വലിയ തിരിച്ചടിയാണ്. കഴിഞ്ഞ ദിവസമാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചത്. ഇതോടെ അവശ്യ സാധനങ്ങൾക്കുൾപ്പെടെ വിലക്കയറ്റമുണ്ടാകും. വാതക പ്രതിസന്ധിയും രൂക്ഷമാണ്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില 1000 രൂപയോളം വർദ്ധിപ്പിച്ചതും ക്ഷാമവും മൂലം ഹോട്ടലുകൾ കൂട്ടത്തോടെ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ഇന്ധനക്ഷാമം അതിരൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി ആഴ്ചയിൽ 2 ദിവസത്തെ വിർച്വൽ വാദത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചു. ഇത് പ്രകാരം തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വിർച്വൽ വാദമാകും നടക്കുക. വാഹനങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കാർ പൂളിംഗ് നടത്താനും തീരുമാനമുണ്ട്. വരും ദിവസങ്ങളിൽ ഇന്ധനവിലയിൽ ഇനിയും വർധനവ് ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ വിദേശ നയങ്ങളാണ് രാജ്യത്ത് പ്രതിസന്ധി ഇത്രത്തോളം രൂക്ഷമാക്കിയതെന്നാണ് പ്രതിപക്ഷ വിമർശനം. യുദ്ധത്തിന്റെ സാമ്പത്തിക ഭാരം മുഴുവൻ മോദി സർക്കാർ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നുവെന്നും പ്രതിപക്ഷം രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.